ചൊവ്വന്നൂരിലെ കോൺഗ്രസ് SDPI സഖ്യത്തിൽ DCC അംഗം വർഗീസ് ചൊവ്വന്നൂരിന് കാരണം കാണിക്കൽ നോട്ടീസ്. 2 ദിവസത്തിനകം വിശദീകരണം നൽകാൻ നിർദ്ദേശം നൽകിയെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു. മറുപടി തൃപ്തികരമല്ലെങ്കിൽ വർഗീസിനെതിരെയും നടപടി സ്വീകരിക്കുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. SDPI പിന്തുണയോടെ ജയിച്ചതിന് പിന്നാലെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും കോൺഗ്രസ് പുറത്താക്കിയിരുന്നു. ചൊവ്വന്നൂര് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അവിടെ നിന്ന് ഉണ്ടായത്. SDPIയുടെ വോട്ട് വാങ്ങി പിന്നെ പാർട്ടിയുടെ അംഗമായിരുന്ന നിതീഷ്, അദ്ദേഹം പ്രസിഡൻ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ സെബേറ്റ വർഗീസ് വൈസ് പ്രസിഡൻ്റായിട്ടുണ്ട്. 2 പേരെ ഇന്നലെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ മറ്റത്തൂരും ആവശ്യപ്പെട്ടതാണ്. അവരത് ചെയ്യാത്തത് കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുത്തു കഴിഞ്ഞു. ഇനി അതിൽ വേറെ ഒന്നുമില്ല. ആര്യ വിനോദ വിവരങ്ങൾ നൽകും. ആര്യ, വർഗീസ് ചൊവ്വന്നൂരിനെ പുറത്താക്കുന്നതിന് മുന്നോടിയായിട്ടാണോ ഇപ്പോൾ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്? തീർച്ചയായിട്ടും ദിവ്യ, കുന്നംകുളം പോലീസ് അതിക്രമത്തിന് പോരാടിയ നേതാവാണ് വർഗീസ് ചൊവ്വന്നൂർ. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇന്നലെ തന്നെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സെബേറ്റ. അവരാണ് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 2 ദിവസത്തിനകം തന്നെ വിശദീകരണം നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറുപടി തൃപ്തികരമല്ലെങ്കിൽ പുറത്താക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് അല്പസമയം മുമ്പ് DCC പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഇന്നലെയായിരുന്നു പ്രസിഡന്റിനെയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിനെയും പുറത്താക്കാനുള്ള നടപടികളിലേക്ക് കടന്നത്. SDPIക്ക് 2 SDPI അംഗങ്ങളുടെ പിന്തുണയോടെ ജയിച്ചു എന്നുള്ളതായിരുന്നു കാരണം. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന നിതീഷിനെ പുറത്താക്കി പിന്നീടാണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത സെബേറ്റ വർഗീസിനെയും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. LDFന് 6, UDFന് 5, SDPക്ക് 2, BJPക്ക് 1 എന്നുള്ളതായിരുന്നു കക്ഷിനില. അതിൽ SDPയുടെ 2 വോട്ടും UDFിലേക്ക് ചേർന്നതോടെ UDFന് 7 വോട്ടുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് UDF 25 വർഷത്തിന് ശേഷം UDF അധികാരത്തിൽ വരുന്നത് എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇപ്പോൾ വർഗീസ് ചൊവ്വന്നൂരിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്.